നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 538th day. Today പ്രഥമസ്കന്ധ second chapter 9th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 538ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്തോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മേകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതാ. ഓം തത്സത്. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്തോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മേകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതാ. ഓം തത്സത്. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളാൽ ഹരിഭക്തി കൊണ്ട് വിഷയവൈരാഗ്യവും അതിനാൽ ആത്മജ്ഞാനവുമൊക്കെ സിദ്ധിക്കും എന്ന്, അതാണ് പരമധർമ്മം എന്ന് പറഞ്ഞതിന് ശേഷം സംസാരമാകുന്ന ഈ സംസാരത്തിലുണ്ടാകുന്ന ഈ അതായത് ലോകത്തിലുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളെയും തീർത്ത് നിത്യാനന്ദ സ്വരൂപമായ ആ മോക്ഷത്തെ ലഭിക്കുവാൻ ധർമ്മമാണ് ധർമ്മത്തിൻ്റെ മുഖ്യമായ പ്രയോജനം പറഞ്ഞതിന് ശേഷം ഇപ്പം പറയുകയാണ്, ധർമ്മത്തെ കൊണ്ട് അർത്ഥം ലഭിക്കും. എന്നാൽ ആ അർത്ഥം നല്ല കാര്യത്തിന് ഉപയോഗിക്കാതിരുന്നാൽ അത് കാമത്തിന് വഴിമാറും. അങ്ങനെ ആ കാമം കൊണ്ട് നമുക്ക് ദോഷവും ഭോഗം കൊണ്ട് ഇന്ദ്രിയപ്രീതി ഉണ്ടാകും. ഇന്ദ്രിയപ്രീതിയിൽ നമുക്ക് ഒരിക്കലും തൃപ്തി വരികയില്ല. അങ്ങനെയാകുമ്പോൾ ആ ധർമ്മം കൊണ്ട് പരമമായ അവസാനമായിട്ട് ലഭിക്കുന്നത് നല്ലതല്ലാത്ത ഒരു അനുഭവമായിരിക്കും എന്ന് പറയുകയാണ്. അർത്ഥത്തിന് വേണ്ടി ധർമ്മം ചെയ്താൽ ആ അർത്ഥം കൊണ്ട് നാം ഭോഗത്തെ കുറച്ച് കഴിയുമ്പോൾ ഭോഗത്തിന് വേണ്ടി ആ അർത്ഥം ഉപയോഗിക്കുകയും, ഭോഗം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സുഖലോലുപതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും, എന്നാൽ ആ സുഖലോലുപതയിൽ നമുക്ക് ഒരിക്കലും തൃപ്തി വരികയില്ല. അത് ആഗ്രഹങ്ങളിലേക്ക് വഴിമാറുകയും, ഒരു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ വേറൊരാഗ്രഹം അങ്ങനെ വരികയും, ആഗ്രഹങ്ങൾ ഒന്ന് കഴിയുമ്പോഴേക്കും അതിലുള്ള തൃപ്തി മാറുകയും, നിരന്തരമായ അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തതായ തൃപ്തി നമുക്കൊരിക്കലും കാമത്തിൽ നിന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അർത്ഥം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാതെ കാമത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിലൂടെ നമുക്ക് നിരന്തരമായ ആ ശാശ്വത ശാന്തി ലഭിക്കുകയില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ധർമ്മം അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ധർമ്മം നമുക്ക് അവസാനം തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചു എന്നേ വരികയുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉപയോഗം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ഇല്ലാതാകും. വീണ്ടും ആ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി നാം വേറെ എന്തെങ്കിലും പുതുതായിട്ട് ഒരു സിനിമ, ഉദാഹരണമായി ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കാണുന്നത് വരെ അത് കാണണമെന്ന അത്യാഗ്രഹമായിരിക്കും. വളരെയേറെ ചിലവ് ചെയ്ത് അർത്ഥം ഉപയോഗിച്ച് ആ സിനിമ കാണും. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള തൃപ്തി പോയി. ഇനി വേറെ പുതുത് എന്താണ് കാണേണ്ടത്? കണ്ണിന്ന ആ അവയവം കൊണ്ടുള്ളതാണ് ഇത്. ചെവിയും അങ്ങനെ തന്നെ. എല്ലാ കാര്യവും, രുചിയും ഒന്ന് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പുതുതായി രുചിക്കണം എന്നുള്ള മോഹം. അതുകൊണ്ട് ധർമ്മം കൊണ്ട് അർത്ഥമുണ്ടാക്കി ആ അർത്ഥം കൊണ്ട് കാമത്തെ ത്യജിക്കുന്നത് ധർമ്മത്തെ
തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ധർമ്മസ്യ ഹ്യാപവർഗസ്യ, അപവർഗസ്യ എന്ന് പറഞ്ഞാൽ അപവർഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ള, ധർമ്മത്തിൻ്റെ അർത്ഥത്തിനായിട്ടുള്ള പ്രയോജനം കൊണ്ട് ഉപയോഗിക്കുന്ന ധർമ്മം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം, ഉപകൽപ്പത എന്ന് പറഞ്ഞാൽ സമർത്ഥമല്ല എന്ന് പറയുകയാണ്. അങ്ങനെ അർത്ഥത്തിനായിക്കൊണ്ട് ധർമ്മം ചെയ്യുന്നത് സാമർത്ഥ്യമല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്നുള്ള മാതിരി പറയുകയാണ്. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്തോർത്തായോപകൽപ്പതി നാർത്തസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.